So, welcome to Masters Online Classes. In the last class, till last class we were discussing engineering mechanics, right? Engineering mechanics. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതെ, വാരിഗ്നൻസ് തിയറം. വാരിഗ്നൻസ് തിയറം ആണ് നമ്മൾ പഠിച്ചത്. വാരിഗ്നൻസ് തിയറത്തിൽ നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. അതായത് എഫ് ഇൻറ്റു എന്തായിരുന്നു ആ ഡെറിവേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എഫ് ഇൻറ്റു ഡി ഈക്വൽ ടു F1 D1 പ്ലസ് F2 D2. ഈ D1 എന്ന് പറഞ്ഞാൽ D1 D2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോഴ്സ്, അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് മൊമെന്റ് ആണ്. അറിയായിരിക്കും. ഞാൻ ഇനി സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വാരിഗ്നൻസ് തിയറവുമായി ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. നമുക്ക് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. കളർ കുറച്ചും കൂടെ ലൈറ്റ് യെല്ലോ മതി. വെള്ള ചേഞ്ച്. സോ we are going to look at problems. The problem number 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ. Calculate the moment of the given force F is equal to 10 Newton about a point O as shown in figure. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് certain distance അപ്പുറത്തായിട്ട് F എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, that is its magnitude is 10 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. Find the moment എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കണം. ഇതല്ല കേട്ടോ, ഇത് നോക്കല്ലേ. And above that there is a force acting. Okay, and it is at an angle 80 degree ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. F is equal to 10 Newton, 10 kilonewton, 10 kilonewton ആണ്. 10 kilonewton. 10 kilonewton. ഇവിടുത്തെ ആംഗിൾ ഇവർ പറഞ്ഞിട്ടുണ്ട് 20 ഡിഗ്രി. This is 5 meters. 5 meters. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? We need to find moment. എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ആകെ തന്നിരിക്കുന്ന, നമുക്കറിയാം മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡി അറിയണം. ഡി എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. നോക്കൂ, ഇവിടെ നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ, അതായത് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത എന്താണ്? അതെ, നമ്മൾ ഇതിനെ താഴോട്ട് ട്രേസ് ചെയ്തു.
ഓർമ്മയുണ്ടോ? നമ്മൾ താഴോട്ട് ട്രേസ് ചെയ്തു. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്, കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ ഫോഴ്സ് ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ 80 ഡിഗ്രി. നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നാലും ഇറ്റ് വിൽ നോട്ട് മാറ്റർ മച്ച്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വരയ്ക്കാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടോളണേ. This is 20 degree and a force is acting at an angle 80 degree, 5 meters, 10 kilonewton. Okay, so in this type of question what you can do is, avada thanirikkunna 80 newton force undallo, it is acting vertically, very much vertically downwards. Horizontal, vertical. നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 80 ന്യൂട്ടൺ ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും 80 ഡിഗ്രി വരണം കേട്ടോ. ഇവിടെ അല്ല, ഇവിടെയാണ് 80 ഡിഗ്രി വരണം, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് FH, ഇത് FE. ഓക്കെ, ഇത് F, ദാറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺ. അങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? രണ്ട് കമ്പോണന്റ് ആയിട്ട് വരും. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വേർട്ടിക്കൽ കമ്പോണന്റും ആയിട്ട് കിടക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 10 എന്ത് വരും? 10 കോസ് 10 കോസ് ആണോ? ഇത് 10 കോസ് ആണോ? അല്ല, 10 സൈൻ 80യും 10 കോസ് 80. രണ്ട് ഫോഴ്സ് കമ്പോണൻസ് വന്നു. ഇത് FH, FE. അപ്പൊ നമുക്ക് FHും FEയും കിട്ടി. ഓക്കെ, ഇനി ഫോഴ്സ് കമ്പോണൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്താണ്? വാട്ട്സ് അവർ നെക്സ്റ്റ് ഡ്യൂട്ടി? We need to multiply it with the distance. നോക്കൂ, ഇവിടെ 5 meters, ഇവിടെ 20. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് ഹാർഡ് ടു ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. യു ക്യാൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ഇറ്റ് ഹിയർ. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷെ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു വളരെ എന്താ പറയാ, അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഡിസ്റ്റൻസ് കമ്പോണൻസ് ഒന്നുമില്ല. നമ്മുടെ ഏത് കമ്പോണന്റിന്? സൈൻ കമ്പോണന്റ്. കോസ് കമ്പോണന്റ്. സൈൻ കമ്പോണന്റ് അല്ല, കോസ് കമ്പോണന്റിന് എന്തില്ല? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കമ്പോണന്റ് ഇല്ല. പക്ഷെ സൈൻ കമ്പോണന്റിനുണ്ട്. എന്ത്? ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊരിക്കലും ഇവിടെ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ കോസ് കമ്പോണന്റിന് ഡിസ്റ്റൻസ് ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാനും പറ്റില്ല. കാരണം മൊമെന്റ് ഉണ്ട് ഇവിടെ. ഇറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മൊമെന്റ്. നമ്മളെ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് ഇപ്പൊ രണ്ട് കമ്പോണന്റ് ആയി. അതായത് രണ്ട് കമ്പോണന്റും നമ്മുടെ മൊമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പോണന്റും നമ്മുടെ എന്തിലോട്ട് പോകുന്നില്ല, ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നില്ല. അപ്പൊ രണ്ടും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും മൊമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒന്നിനെ സീറോ ആക്കി മാറ്റാനൊന്നും പറ്റില്ല. അതായത് ഈ ഫോഴ്സിന് നമുക്കൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, എന്നാൽ ഈ ഫോഴ്സിന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ആബ്സെന്റ് ആണ്. എന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിന് ഒന്നുമില്ല. What you can do is you can resolve this 5 meters. You can resolve this 5 meters. അത് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ നോക്കൂ,
5 meters റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? അതിന് നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് നോക്കിക്കേ. ആ 5 മീറ്റേഴ്സിനെ ജസ്റ്റ് നിങ്ങളൊന്ന് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണൻസുമായിട്ടൊന്ന് റിസോൾവ് ചെയ്ത് നോക്കിക്കേ. എത്ര വരും? എന്ത് വരും നോക്കിക്കേ. 10 cos 80. 10 cos 80യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. 10 cos 80യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് വരും? 5 sin 20 അല്ലെ? 10 cos 80 into 5 sin 20. മറ്റേ മൊമെന്റ് ഏതാണ്? 10 sin 80 into 5 cos 20. ഇതാണ് രണ്ട് മൊമെന്റ് കമ്പോണന്റ്. സോ വി ആർ ട്രൈങ് ടു ഫൈൻഡ്, ഇത് പോയിന്റ് ഒ ആണ്, ഈ പോയിന്റ് ഒ ആണ്. അപ്പൊ എം ഒ ആണ്. വി ആർ ട്രൈങ് ടു ഫൈൻഡ് മൊമെന്റ് ഒ. മൊമെന്റ് ഒ കണ്ടുപിടിക്കുമ്പം ഒന്നുമില്ല, നമുക്കറിയാം ഇതിന് രണ്ടിന് മൊമെന്റ് ഉണ്ട്. ജസ്റ്റ് ടേക്ക് ക്ലോക്ക് വൈസ് ആസ് പോസിറ്റീവ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആസ് നെഗറ്റീവ്. ക്ലോക്ക് വൈസ് ആസ് പോസിറ്റീവ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആസ് നെഗറ്റീവ്. ഏതാണ് ക്ലോക്ക് വൈസ്, ഏതാണ് ആന്റി ക്ലോക്ക് വൈസ്? ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ വേർട്ടിക്കൽ ഫോഴ്സ് കാരണമുള്ള കമ്പോണന്റ് ആണ് എന്ത്? പോസിറ്റീവ് ക്ലോക്ക് വൈസ്. കാരണം എന്താണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം the tendency will be to rotate in this direction, and this force will be acting in this direction, so it will be having the tendency to rotate in the anti-clockwise direction. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. therefore the answer will be coming, ചെയ്തു വരുമ്പോൾ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ 43.30 കിലോ ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ്. നമ്മൾ ക്ലോക്ക് വൈസിനെ പോസിറ്റീവ്, നിങ്ങളിപ്പോൾ തിരിച്ചെടുത്താലും കുഴപ്പമില്ല, തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വരും, ആൻസർ നെഗറ്റീവ് വരും, ഇംപ്ലൈങ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്തായാലും ക്ലോക്ക് വൈസ് ആയിരിക്കും. കറക്റ്റ് ഏത് രീതിയിലാണോ അത് വരേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ഏതായിരിക്കും കൂടുതൽ, അതിന്റെ സൈൻ ആണല്ലോ അവസാനം വരുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൂടിയ ഡയറക്ഷനിലേക്കായിരിക്കും ഓവറോൾ മൊമെന്റ്. ഓക്കെ, നൗ ഞാൻ മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരും. അപ്പം രണ്ടാമത്തെ മെത്തേഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ മെത്തേഡിൽ വീണ്ടും നോക്കിക്കേ, നമ്മുടെ 10 കിലോ ന്യൂട്ടൺ, ഓക്കെ, 20 ഡിഗ്രി 0 5 മീറ്റേഴ്സ്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ മൊമെന്റ് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ റിസോൾവ് ചെയ്തല്ലേ. അപ്പൊ ഇത്തവണ നമ്മൾ അങ്ങനെ റിസോൾവ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, we are resolving it into two components such that the horizontal component will be passing through the point O. Point O കൂടെ പാസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. And the vertical component will be perpendicular to it. നമ്മുടെ രണ്ട് എഫ് എച്ചും എഫ് ഇ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ മതി, അല്ലാതെ അത് ഈ നമ്മുടെ റിസൾട്ടന്റുമായിട്ട് പെർട്ടിക്കുലർ ആംഗിൾ തന്നെ മേക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, നോക്കൂ, സച്ച് ദാറ്റ് ഞാൻ ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ ഇങ്ങനെ ട്രേസ് ചെയ്യാണ്. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതായിരിക്കും വെർട്ടിക്കൽ. ഓക്കെ, ദിസ് വിൽ ബി വെർട്ടിക്കൽ ആൻഡ് ദിസ് വിൽ ബി ഹൊറിസോണ്ടൽ. ഇപ്പൊ എത്രയായിരിക്കും ആംഗിള്? ഇങ്ങനെയല്ല, കുറച്ചും കൂടെ കുത്തനാണ് വരേണ്ടിയിരുന്നത്. ഞാൻ വേറൊരു പടം കൂടെ വരയ്ക്കാം. വെയിറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. സോ ദിസ് വിൽ ബി മേക്കിംഗ് ആൻ ആംഗിൾ. ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ, ട്രേസിംഗ് ദ പോയിന്റ് ഓ വരെയുള്ള. ഓക്കെ, ഇത് നോക്കട്ടെ. And the perpendicular component will be coming like this. This is the FV, new FP. മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇത് 10 കിലോ ന്യൂട്ടൺ, ഇത് FH. ഓക്കെ, ഇത് 20 ഡിഗ്രി. അപ്പം ട്രേസ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഓയിലൂടെ കടന്നു പോകുന്ന FH ആണ്. അപ്പൊ FHന്റെ ആംഗിൾ എന്തായിരിക്കും? 20 ഡിഗ്രി ഫ്രം ദ ഹൊറിസോണ്ടൽ. അപ്പം നമ്മുടെ ഈ കമ്പോണന്റ് ഉണ്ടല്ലോ, നമ്മുടെ 80 ഡിഗ്രി നേരത്തെ ആക്ട് ചെയ്തോണ്ടിരുന്നത്, അത് എത്രയായിരിക്കും ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു FH? അതെ, 60 ഡിഗ്രി ആയിരിക്കും. 80 - 20 60. ഓക്കെ, 80 - 20 ആയിരിക്കും അവിടെ മുകളിൽ 60. ഓക്കെ, കിട്ടിയേ? ഒന്നുമില്ല, അവിടെ നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? അവിടെ നമുക്ക് FH ഇൻറ്റു
DH, അതായത് ഡിസ്റ്റൻസ് ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഫ്രം O. അതിനകത്ത് ഈ DH എന്ന് പറഞ്ഞ കമ്പോണന്റ് 0 ആയി പോകും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ O. ഇനി FB ഇൻറ്റു DV. DV എത്രയാണ് വരുന്നത്? DV എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പം FH ഇസ് പാസിംഗ് ത്രൂ O. അപ്പം FV എന്തായാലും ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം DV എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 meters അല്ലേ? DV എന്ന് പറയുമ്പോൾ 5 meters വരും. ഇനി FV എത്രയാണ്? FVയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എത്ര വരും? FVയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? FVയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എത്ര? സൈൻ 60 ഇൻറ്റു 5 എത്ര വരും? 10 ഇൻറ്റു സൈൻ 60 1/2 5 10 ഇൻറ്റു സൈൻ 60 √3/2 √3/2 ഇൻറ്റു 5 എത്ര വരും? സെയിം ആൻസർ തന്നെ വരും. 43.30 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഓക്കെ, ഇതാണ് ആൻസർ വരും. ഇതാണ് രണ്ട് മെത്തേഡ്. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കണേ. ചെറിയൊരു പ്രശ്നമാണ് ഇത്. ഇങ്ങനത്തെ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഫോഴ്സ് റിസോൾവ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയാവുമ്പോൾ, അതായത് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ മൊമെന്റ് ആം പെർപെൻഡിക്കുലർ അല്ലാതെ വരുമ്പോൾ വി ക്യാൻ ഓൾസോ റിസോൾവ് ദ മൊമെന്റ് ആം. ഓക്കെ, ഇൻ ഓർഡർ ടു ഡു ദ പ്രോബ്ലം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ദി ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ദി ഫോഴ്സ് സിസ്റ്റം. ഇതൊന്ന് ചെയ്തു നോക്കണേ സ്വന്തമായിട്ട്. നമ്മൾ ചെയ്ത ഫോഴ്സ്, നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ദി ഫോഴ്സ് സിസ്റ്റം. നോക്കൂ, ഇത് നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ടൈപ്പാണ് ക്വസ്റ്റ്യൻ. ഒരു ഫോഴ്സ് സിസ്റ്റം ആണ്. 30 ന്യൂട്ടൺസ്, 40 ന്യൂട്ടൺസ്, 50 newtons, 60 newtons, ഇവിടുത്തെ ആംഗിൾ 30, ഇവിടുത്തെ ആംഗിൾ 30, ഇവിടുത്തെ ആംഗിൾ 45, ഇവിടുത്തെ ആംഗിൾ 60, and it is taking a rotation from a point O, 5 meters. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ തരാം. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഞാൻ ഒരു ക്ലൂ തരാം. യു നീഡ് ടു ഫൈൻഡ് സിഗ്മ FH. ആസ് യു നോ, എന്ത് ചെയ്യും? 30 cos 30 പ്ലസ് 60 cos 30, അറിയാലോ, ഇതൊക്കെ അറിയാലോ, മൈനസ് 40 cos 45 മൈനസ് 50 cos 60. ഇത് കണ്ടുപിടിക്കുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. അതുപോലെ സിഗ്മ FV കണ്ടുപിടിക്കുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് R കണ്ടുപിടിക്കാമല്ലോ. റൂട്ട് ഓഫ് സിഗ്മ FH സ്ക്വയർ പ്ലസ് സിഗ്മ FV സ്ക്വയർ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ റിസൾട്ടന്റ് കിട്ടും. റിസൾട്ടന്റ് കിട്ടിക്കഴിയുമ്പം ഏത് ആംഗിളിലാണ് നമുക്ക് അതിന്റെ റിസൾട്ടന്റ് FH FVയുടെ സൈൻ വെച്ചിട്ട് റിസൾട്ടിന് എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം, തീറ്റ R കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വാല്യൂസ് ഞാൻ പറയാം. നമുക്ക് കിട്ടുന്നത് സിഗ്മ FH എന്ന് പറഞ്ഞാല് 31.78 ന്യൂട്ടൺ എന്നാണ്. സിഗ്മ FV വരുന്നത് എന്ന് പറഞ്ഞാൽ -10.44 ന്യൂട്ടൺ എന്നാണ്. അപ്പം FV നെഗറ്റീവും FH പോസിറ്റീവും, അതായത് ഫോർത്ത് ക്വാഡ്രന്റിലായിട്ടാണ് വരുന്നത് അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിലായിട്ടാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. R കണ്ടുപിടിച്ചു. R എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 33.45. ഫോഴ്സ് റിസൾട്ടിന് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമ്മൾ ആ സൈൻ വെച്ചിട്ട് റിസൾട്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം അതിന് 18.19 ഡിഗ്രി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ ആണ്. 18.19 ഡിഗ്രി. F θ R വേണമെങ്കിൽ കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. θ R കണ്ടുപിടിച്ചിരിക്കുന്നത് നല്ലതാണ്. നോക്കൂ,
എത്ര വരും? റിസൾട്ടിന് എത്ര വന്നത്? 33.45 അല്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് O എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒരു തന്നിട്ടുണ്ട്. O ആണ് മൊമെന്റ് സെന്റർ. നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. MO ആണ് കണ്ടുപിടിക്കേണ്ടത്. In this type of question, you need to do? Yes, you have to resolve it into horizontal component and vertical component. നമുക്ക് horizontal component, vertical component കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. We have the horizontal component and vertical component here. അറിയാലോ, ഇവിടെ horizontal component, vertical component നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് അല്ലേ? 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 നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ ഒന്നുമില്ല, ജസ്റ്റ് വേർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുക, ഹൊറിസോണ്ടൽ അല്ല. വേർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. സൈൻ എടുക്കാതെ തന്നെ ഇൻറ്റു 5 ചെയ്താൽ മതി. ആൻസർ വരുന്നത് 52.21 ന്യൂട്ടൺ meters വരും. And it is in the which direction? Yes, clockwise direction. Clockwise എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയാണ് ആൻസർ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് റിയൽ ലൈഫ് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യും. ഓക്കെ, നാളത്തെ ക്ലാസ്.